കൊച്ചിയിലെ വായു നിലവാരം അപകടകരമായ രീതിയിലെന്ന് പുതിയ കണക്കുകൾ. ഇന്ന് പുലർച്ചെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് 300-ന് മുകളിലായിരുന്നു. അടിയന്തരമായ നടപടിയെടുത്തില്ലെങ്കിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ശാസ്ത്രവിദഗ്ധൻ രാജഗോപാൽ കമ്മത്ത് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സഹിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ദില്ലി പോലെ തന്നെ കൊച്ചിയും ശ്വാസം മുട്ടാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ വായു മലിനമാകാൻ തുടങ്ങിയിരിക്കുന്നു. എന്തായാലും ശാസ്ത്ര നിരീക്ഷകൻ രാജഗോപാൽ കമ്മത്ത് നമ്മോടൊപ്പം ചേരുകയാണ്. സാർ, ചില എയർ പൊല്യൂഷൻ ഇൻഡെക്സ് ഒക്കെ അനുസരിച്ച് ഇന്ന് 300-ലധികം കയറിയിരിക്കുന്നു പൊല്യൂഷൻ എന്നുള്ളതാണ്. എന്താണ് ഈ ഒരു അവസ്ഥ? സാധാരണക്കാരനൊന്നും അറിയില്ല എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഒന്ന് കൃത്യമായൊന്ന് പറയുമോ? കഴിഞ്ഞ 24 മണിക്കൂറിൽ 2 തവണ എറണാകുളത്തിൻ്റെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് 250-ന് മുകളിലായിരുന്നു. ഇന്ന് വെളുപ്പിന് 5-നും 6-നും ഇടയ്ക്ക് എയർ ക്വാളിറ്റി ഇൻഡെക്സ് ചില നിരീക്ഷണങ്ങൾ പ്രകാരം 310 ടച്ച് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഗുരുതരമായ ഒരവസ്ഥയാണ്. ചില സ്റ്റേഷനുകളിലാണ് ഇത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഒരു ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും 200-ന് മുകളിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വാല്യൂ. ഇതിലൊരു എറർ നമ്മളൊരു 50 യൂണിറ്റ്സ് കുറച്ചാൽ പോലും വളരെ ഗുരുതരമായൊരു അവസ്ഥയിലൂടെയാണ് ഈ നഗരം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് മേഖലകളിലാണ് ഇതിങ്ങനെ കൂടുതൽ വരുന്നത്? അമ്പലമുകളിലാണ് കൂടുതലായിട്ടും ഇത് വരുന്നത്. അമ്പലമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലിനീകാരികൾ അവിടെ തങ്ങി നിൽക്കുകയല്ല ചെയ്യുന്നത്, ഇത് നേരെ നഗരത്തിലേക്ക് പടരുകയാണ് ചെയ്യുന്നത്. ഇത് അങ്ങ് ഫോർട്ട് കൊച്ചി വരെയും ഇപ്പുറത്ത് ആലപ്പുഴയുടെ ഭാഗങ്ങൾ വരെയൊക്കെ ഇതിൻ്റെ സാന്നിധ്യം എത്തുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കുന്നില്ല സാർ? ഇതിനകത്ത് നമുക്ക് എയർ ക്വാളിറ്റി മോണിറ്ററുകൾ ഉണ്ടായിരുന്നു നേരത്തെ ഇത് ചെക്ക് ചെയ്യാനായിട്ട്. ഈ നഗരത്തിൽ ഇന്ന് ഒരു എയർ ക്വാളിറ്റി മോണിറ്റർ പോലും സർക്കാരിൻ്റെ അധീനതയിലുള്ളത് പ്രവർത്തിക്കുന്നില്ല. ഇതിൻ്റെ എങ്ങനെ ഇത് മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലിനീകരണം വരുത്തുന്ന ഇൻഡസ്ട്രീസ് കണ്ടുപിടിച്ച് അവിടെ ഈ എമിഷൻസ് ആരോഗ്യകരമായ രീതിയിലുള്ളത് ആക്കാൻ വേണ്ടിയുള്ള ഉപകരണങ്ങൾ അവിടെ ഘടിപ്പിക്കണം. അതിനുള്ള സ്റ്റാൻഡേർഡ്സ് നമ്മുടെ ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇതിന് യാതൊരു നടപടി എടുക്കുന്നില്ല. അവർ നിദ്രയിലാണ്, സുഖനിദ്രയിലാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. എന്തായാലും സാറ് പറയുന്നത് പോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥരടക്കം കൃത്യമായ ഒരു ഇടപെടലിലേക്ക് നടത്തണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ വായു മലിനീകരണം കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം അത് ശ്വാസം മുട്ടിക്കുകയാണ് എന്നുള്ളതാണ് രാജഗോപാൽ കമ്മത്തടക്കമുള്ള ആളുകൾ പറഞ്ഞു വയ്ക്കുന്നത്.